ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ തബ്നയിൽ കണ്ടതുപോലെ നമുക്ക് മലയാളത്തിന് ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. മലയാളത്തിന് A+ കിട്ടുക അല്ലെങ്കിൽ 40 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരിച്ചിരി ശ്രദ്ധ അധികം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് മലയാളത്തിന് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന A+ അല്ല, നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ മൊത്തം നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് മലയാള സെക്കൻഡിൽ, നമുക്ക് 3 യൂണിറ്റുകളിലായിട്ട് 10 പാഠഭാഗങ്ങളാണ് നമുക്ക് സെക്കൻഡിൽ വരുന്നത്. 3 യൂണിറ്റ് എന്ന് പറയുന്നത് ജീവിതം പടർത്തുന്ന വേരുകൾ, നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ, വാക്കുകൾ വിടരുന്ന പുലരികൾ. അതിൽ പ്ലാവിലെ കഞ്ഞി, ഓരോ വിളിയും കാത്ത്, അമ്മത്തൊട്ടിൽ, കൊച്ചു ചക്കരിച്ചി, ഓണമുറ്റത്ത്, കോഴിയും കിഴവിയും, ശ്രീനാരായണ ഗുരു, പത്രനീതി, പണയം, അമ്മയുടെ എഴുത്തുകൾ. ഇത്രയും പാഠഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യം അല്ലേ, വലിച്ചു നീട്ടുന്നൊന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് മക്കൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പാഠഭാഗം. ഈ 10 പാഠഭാഗങ്ങളെക്കുറിച്ചും എന്താണ് കൃത്യമായ ധാരണ. 10 പാഠങ്ങൾ പ്ലസ് 3 യൂണിറ്റ് അല്ലേ, 3 യൂണിറ്റും എഴുതിയ അതിനൊരു പ്രവേശകമുണ്ടാവും, പ്രവേശം എഴുതിയിട്ടുള്ള ഓതേഴ്സ് ഉണ്ടാവും. ഈ 10 പാഠഭാഗങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട അല്ലേ, അതിൻ്റെ എഴുത്തുകാരൻ ആരാണ് അല്ലെ, എഴുത്തുകാരൻ, അദ്ദേഹത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു അല്ലെ ധാരണ ഉണ്ടാക്കി. ഇപ്പോൾ കൊച്ചു ചക്കരിച്ചി അല്ലെങ്കിൽ പ്ലാവിലക്കഞ്ഞി ആദ്യത്തെ പാഠം തന്നെയാണ് അല്ലേ. പ്ലാവിലക്കഞ്ഞി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ 4 മാർക്ക് മുതലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതണം അല്ലേ. അപ്പോൾ എഴുത്തുകാരൻ ആരാണ്, എന്താണ് ആ കൃതി അല്ലെ, എന്താണ് അതിൻ്റെ സവിശേഷത എന്നുള്ളത് കൃത്യമായി നമ്മൾ സൂചിപ്പിക്കണം. അപ്പോൾ പ്ലാവിലക്കഞ്ഞി ആണെങ്കിൽ പ്ലാവിലക്കഞ്ഞിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത് ഒരു നോവൽ ഭാഗമാണ് അല്ലേ. രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലെ 17ാം അധ്യായമാണ് ഏതെന്ന് പറയുന്നത്, പ്ലാവിലക്കഞ്ഞി അല്ലേ. ആരാ എഴുതിയത്, തകഴിയുടെ നോവലാണ് അല്ലെ, തകഴി ശിവശങ്കരപിള്ള അല്ലെ. അദ്ദേഹത്തിന് പ്രത്യേകത എന്താണ്, കുട്ടനാടിൻ്റെ കഥാകാരൻ, കേരള മോപ്പസായി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് കൃതികൾ എഴുതിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനാണ് തകഴി. അദ്ദേഹം എഴുതിയ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലെ 17ാം അധ്യായമാണ് പ്ലാവിലക്കഞ്ഞി. ഇത്രയും മതി. അപ്പോൾ നോവൽ ഭാഗം അല്ലെ, ആരെഴുതി, ഏത് പാഠം, ഏത് കൃതി, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇത് ഓരോന്നിനെ കുറിച്ചും കൃത്യമായി 1, 2, 3 സെൻറ്റൻസ് അല്ലേ വേണ്ടൂ. അതൊന്നും ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ നമുക്കുണ്ടായി. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ ഓരോ പാഠഭാഗങ്ങളും അല്ലെ, പാഠഭാഗങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണയാണ്. ഇപ്പോൾ പ്ലാവിലക്കഞ്ഞി എന്താണ് അതിൽ പറയുന്നത് അല്ലെ. പ്ലാവിലക്കഞ്ഞി എന്ന ഉദാഹരണം പറയാം ടീച്ചർ. പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത് എന്താണ്, നോവൽ ഭാഗമാണ്. അത് കോരൻ്റെയും ചിരുതയുടെയും ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, സാമൂഹ്യ പ്രശ്നം ചർച്ച ചെയ്യുന്നു, ജന്മിത്ത വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു, കോരനും ചിരുതയും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, കോരനും കോരൻ്റെ അച്ഛനും ചിരുതയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുന്നു, കർഷകരുടെ സാമൂഹ്യ പ്രശ്നം അല്ലെ, തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു, മുതലാളിമാരുടെ ചൂഷണത്തെക്കുറിച്ച് പറയുന്നു, ഭക്ഷണം കഴിക്കാനില്ലാത്ത അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഈ 10 പാഠഭാഗങ്ങളും എന്താണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അത് അല്ലേ, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അതായത് ഇതിൻ്റെ ബേസിക് സാധനമാണ്. പാഠം അറിഞ്ഞിരിക്കുക, പാഠത്തിൻ്റെ ആശയം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. കഴിഞ്ഞ 10 മാസമായിട്ട് സ്കൂളിലത്തെ നിങ്ങളുടെ ടീച്ചർമാരും ഇവിടുന്ന് ഞങ്ങളും ഒക്കെ നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗം അറിയാം. ഇനിയിപ്പോൾ പോട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക, അതായത് മറന്നു നിങ്ങൾ, കുഴപ്പമില്ല, നമ്മളത് പഠിക്കും, ഇനിയും നമ്മൾ പഠിക്കും. നമുക്ക് ലൈവുകളുണ്ട്, മാരത്തോൺ മിനി ലൈവ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കും. അതിന് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, പാഠഭാഗത്തിൻ്റെ ആശയം പഠിക്കാനുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ പാഠമായിരിക്കും നിങ്ങൾക്ക് അറിയാത്തത്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും സമയം ഒരുപാടുണ്ട്, വായിച്ചു നോക്കുക, ബുദ്ധിമുട്ടുള്ള പാഠങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ഓരോ പാഠഭാഗത്തു നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അല്ലേ. 1 മാർക്കിന്, 2 മാർക്കിനും, 4 മാർക്കിന്, 6 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഓരോ പാഠത്തുനിന്നും സ്ഥിരമായി ചോദിക്കുന്ന എസ്സേകൾ ഉണ്ടാവും അല്ലെ. സ്ഥിരമായി ചോദിക്കുന്ന എസ്സേ, 6 മാർക്കിന് ചോദിക്കുന്ന എസ്സേ ഉണ്ടാവും അല്ലെ. അതിൽ മുഖപ്രസംഗം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എസ്സേ ചോദ്യങ്ങൾ ഏതാണ്, എന്തായിരിക്കാം ഈ പാഠത്തിന് ചോദിക്കുക. അപ്പോൾ പാഠം എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ സ്കൂളിലത്തെ ടീച്ചർമാർ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് അണ്ടർലൈൻ ചെയ്യണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലെക്ചർ നോട്ടിൽ ഞാൻ എഴുതാൻ പറയും, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഭാഗം പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ചെയ്തിട്ടുണ്ടോ എൻ്റെ ഓഫ്ലൈൻ മക്കളുണ്ടെങ്കിൽ അറിയാം. ഓക്കെ,
അപ്പോൾ അതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ അല്ലേ, ഈ ഒരു സമയത്താണ് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്താണ് അതൊന്ന് സ്ട്രെസ് ചെയ്ത് വായിക്കുക അല്ലേ. ഇതൊരു എസ്സേ ചോദ്യമാണ്, ഇതൊരു ഭാഗമാണ് അല്ലേ. അപ്പോൾ പാഠഭാഗം വായിക്കുക, അത് കൃത്യമായിട്ട് പാഠത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവുക, ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കാം വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ട്, നമ്മൾ ക്രിസ്മസ് എക്സാം എഴുതിയിട്ടുണ്ട്, ഓണപരീക്ഷ എഴുതിയിട്ടുണ്ട്, ഒരുപാട് മാസങ്ങൾ വെച്ച് നമ്മൾ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇത്രയും പരീക്ഷ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. ഇനി അതില്ലെങ്കിലും എന്താണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ഓരോ പാഠത്തു നിന്നും ഓരോ വർഷമായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും പുതിയ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. 4 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യഘടനകളാണ്. അതായത് നമുക്ക് 6 മാർക്കിന് 4 മാർക്ക് ഓരോന്നും ചോദിക്കും അല്ലേ. കുറിപ്പുകൾ ചോദിക്കും, സാധാ കുറിപ്പ്, പ്രതികരണക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ്, പ്രഭാഷണം അല്ലെങ്കിൽ മുഖപ്രസംഗം, ഉപന്യാസം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആസ്വാദനക്കുറിപ്പ്, ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യ മാതൃകകൾ നമുക്ക് വരും. ഈ ചോദ്യ മാതൃകകൾ ഓരോന്നിൻ്റെയും ഘടന നമ്മൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളത്. ഓൾറെഡി ടീച്ചർ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, മുഖപ്രസംഗവും പ്രഭാഷണവും ഇതൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ ഒരു ടച്ചപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ആ രീതിയിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ചോദ്യഘടനകൾ, കാരണം പാഠം അറിഞ്ഞിട്ട് കാര്യമില്ല, ഇത് അറിയാണ്ട് നമുക്ക് എഴുതിയിരിക്കുക, പാഠത്തിന് ആശയം അറിഞ്ഞിട്ടും കാര്യമില്ല, ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ, ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ എത്ര മാർക്കാണ്? 4 മാർക്ക് അല്ലേ. അടുത്ത നോക്കൂ നിങ്ങൾ, 1 മാർക്കിൻ്റെ 1 മുതൽ 5 വരെ ചോദ്യം ഉണ്ടാവും, അതിൽ നമ്മൾ 4 എഴുതിയാൽ മതി. എത്ര മാർക്കാണ് നമുക്ക് ഉണ്ടാവുക? 4 മാർക്കാണ്. 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് എത്ര മുതലാണ് നമുക്ക് ചോദിക്കുക? 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ, 6, 7, 8 3 ചോദ്യങ്ങളുണ്ടാവും, അതിൽ 2 എഴുതിയാൽ മതി. 4 മാർക്കിൻ്റെ ചോദ്യം. 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുണ്ടാവും, 20 മാർക്കാണ്. 6 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ്, 12 മാർക്ക്. ഇങ്ങനെയാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത്? 40 മാർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പാഠം നമ്മൾ പഠിച്ചു, പാഠത്തിൻ്റെ ആശയം പഠിച്ചു, പിന്നെ എഴുത്തുകാരൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു, ഏതൊക്കെ ചോദ്യങ്ങൾ വരുന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു, ചോദ്യഘടനകൾ അല്ലേ, ചോദ്യ മാതൃകകൾ, ഉപന്യാസം, ആ സാധനങ്ങളൊക്കെ പഠിച്ചു. ഇനി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് 40 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അതെന്താണെന്നറിയാമോ? അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂൾ ഓഫ് ടൈമാണ്. എന്താണ്? കൂൾ ഓഫ് ടൈം അല്ലേ, സമാശ്വാസ സമയം എന്ന് പറയും അല്ലേ. അപ്പോൾ ആ സമാശ്വാസ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആശ്വസിച്ച് എന്ന് പറഞ്ഞിരിക്കേണ്ട സമയമല്ല. ഒരു നന്നായിട്ട് ഈ കൂൾ ഓഫ് ടൈം വിനിയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 1.5 മണിക്കൂർ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വന്ന ടീച്ചർ സ്ട്രിക്റ്റ് ആണോ, അല്ലെങ്കിൽ വന്ന മാഷ് കുറച്ച് പെശകാണോ, ഇനി നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൾ വന്നോ, ഇവൻ വന്നോ, അവൾ വന്നോ, അല്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് ചോദിച്ചേക്കാം, ഇതൊന്നും ആലോചിച്ച് എക്സാം ഹോളിൽ ഇരിക്കരുത്. 15 മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ 1 to 17 വരെയുള്ള നമ്മളുടെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക അല്ലേ. അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉള്ള ചോദ്യത്തിൽ ഏത് ഒഴിവാക്കണം, ഏത് എഴുതണം, ഏത് കളയണം, ഏതെടുക്കണം, അതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് 1 to 8 വരെയുള്ള ചോദ്യങ്ങളിൽ അല്ലേ. നമ്മൾ ഉത്തരങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒക്കെ ഏത് സമയത്താണ്? കൂൾ ഓഫ് ടൈമിലാണ്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 1 to എത്ര വരെയാണ്? 8 വരെയുള്ള ചോദ്യങ്ങൾ അല്ലേ. 1 to 8 വരെയുള്ള ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് ആദ്യത്തെ 10 മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യത്തെ 10 മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ. 9 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. അത് എത്ര സമയം കൊണ്ടാണ്, എത്ര മാർക്കാണ് മൊത്തത്തിൽ നമുക്ക് കിട്ടുക? 32 മാർക്കാണ്. ആലോചിക്കുക, ഭൂരിഭാഗവും മാർക്ക് നമുക്കുള്ളത് 9 to 17 വരെയുള്ള ചോദ്യങ്ങളിലാണെന്ന് ആലോചിക്കുക. 32ഓളം മാർക്ക് നമുക്ക് അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ആ സമയം, ചോദ്യമാതൃകൾ, പാഠഭാഗത്തിൻ്റെ ആശയം, ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മളിത് പ്രാബല്യത്തിൽ വരുത്തേണ്ട സമയമാണ്. ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ വിനിയോഗിച്ചില്ല എങ്കിൽ, ഈ 1.5 മണിക്കൂർ നമുക്ക് തികഞ്ഞില്ല എങ്കിൽ, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വേസ്റ്റായി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? 1 to 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ് അല്ലേ? 1 to 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതി തീർക്കുക. രണ്ടാമത്തത് എന്താണ്? 9 to 14 വരെയുള്ള ചോദ്യങ്ങൾ 5 എണ്ണം അല്ലെ, 20 മാർക്കാണ്. അതിന് നമ്മൾ 4 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേയാണ്. അതിന് നമ്മൾ ഒരു ചോദ്യത്തിന് മാക്സിമം 8 മിനിറ്റ് സമയം കൊടുക്കുക. ഓൾറെഡി മലയാളം ഫസ്റ്റ് എക്സാമിന് ടീച്ചർ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേൾക്കാത്ത കാണാത്ത ആളുകളുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. കാരണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതുന്ന വെറുതെയാണ്.
അല്ലേ? നമ്മൾ പാഠം പഠിച്ചത് വെറുതെയാണ്. ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നോക്കൂ, 4 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് 8 മിനിറ്റ് സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ മൊത്തത്തിൽ 40 മിനിറ്റ് കൊണ്ട് എന്ത് എഴുതി തീരും പറ്റും നമുക്ക് ഷോർട്ട് എസ്സേ എഴുതി തരാൻ പറ്റും. ലാസ്റ്റിലത്തെയാണ് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 6 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് നമ്മൾ മാക്സിമം 12 മിനിറ്റ് സമയം കൊടുക്കുക. 24 മിനിറ്റ് കൊണ്ട് 2 ചോദ്യവും നമ്മൾ എഴുതി തരും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം 1 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് നമ്മളുടെ എക്സാം എന്ത് ചെയ്യും, നമ്മൾ എഴുതി തീരുന്നതാണ് അല്ലേ? ഓരോ ചോദ്യത്തിനും എന്താണ്, മാർക്കിനനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ അരപ്പുറത്തിൽ എഴുതി 15 മിനിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടീച്ചർ ഈ പറഞ്ഞ പോലെ ഓരോ ടൈം അല്ലേ, 1 മണിക്കൂർ 14 മിനിറ്റ് വേണമെങ്കിൽ 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ല അല്ലേ? ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ്സ് എങ്കിലും ബാക്കി വെച്ച് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതി ശരിയാണോ, നമ്പറൊക്കെ സ്വാഭാവികമായിട്ടും തെറ്റിപ്പോകും. ചിലപ്പോൾ നമ്പർ ഇടാൻ മറന്നു പോകും നമ്മൾ ആ തിരക്കിൽ. അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട സമയമാണ് ഈ ലാസ്റ്റ് 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ്സിൽ അതിൽ കൂടുതലുണ്ടാവും. നിങ്ങൾ ഈ ഒരു സമയക്രമം അല്ലേ അനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ 14 മിനിറ്റിൻ്റെ ഉള്ളിൽ മാക്സിമം 1 മണിക്കൂർ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സാം എഴുതി തീരും. അങ്ങനെ എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് ഓർ ക്വസ്റ്റ്യൻ ഒന്നും എഴുതി നമ്മൾ സമയം കളയരുത്. ഏറ്റവും കോൺഫിഡൻ്റ് ഉള്ളത് നമുക്ക് ഏറ്റവും ഷുവർ ആയിട്ടുള്ള ചോദ്യം എഴുതുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഏറ്റവും ഷുവർ ആയിട്ടുള്ള അപ്പോൾ ഒരു ടീച്ചർ അത് നോക്കുന്ന സമയത്ത് ആ ടീച്ചർക്ക് ഒരു സന്തോഷം ഉണ്ടാവണം അല്ലേ? അവരുടെ പണി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ മാക്സിമം എന്താണ് പാരഗ്രാഫൊക്കെ തിരിച്ച് അല്ലെ ഭംഗിയിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതും. അത് വായിക്കാനും എളുപ്പമാണ്, നമുക്ക് മാർക്ക് തരാനും എളുപ്പമാണ്, സന്തോഷമായിരിക്കും തരുന്ന ആളുകൾക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലേ മലയാളത്തിൽ എന്താണ് A+ ഒന്നും അല്ല 40 മാർക്ക് നമുക്ക് കിട്ടും. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് സൂപ്പർ ഡ്യൂപ്പറായിട്ടിരിക്കുക, ഉഷാറായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടെ പാഠങ്ങളൊക്കെ പഠിക്കുക. നമ്മൾ തകർക്കും, നമ്മൾ പൊളിക്കും കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.